Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇല്ല, എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറയൂ, എങ്കിലല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ പറയാ. ഞാൻ ഒരുപാട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി തീരാൻ പോവുകയാണ്. എന്റെ ബോസ് അദ്ദേഹത്തിന്റെ വില്ലയുടെ പെയിന്റിംഗ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഏത് പെയിന്ററെയാണോ കോൺട്രാക്ട് ഏൽപ്പിച്ചത്, ആ പെയിന്ററെ 2 ദിവസമായിട്ട് കാണാനില്ല. ഇന്നാണ് അവസാനത്തെ ദിവസം. അത് ശരി, ഇത്രയുള്ള കാര്യം. നിങ്ങൾ ആദ്യം ഒന്ന് ഈ കരച്ചിൽ നിർത്ത്. ഞങ്ങൾ നിങ്ങളുടെ ജോലി പോവാൻ സമ്മതിക്കില്ലെന്നേ. നിങ്ങളുടെ ബോസിന്റെ വില്ല ഇന്ന് രാത്രി കൊണ്ട് ഞങ്ങൾ പെയിന്റ് അടിച്ച് തീർത്തേരാന്നേ. എന്റെ മോട്ടു, ഇത്രയും വലിയ വില്ല എങ്ങനെ വൈകുന്നേരത്തിനകം പെയിന്റ് ചെയ്ത് തീർക്കുക? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് പറ്റില്ലെന്ന്. അയ്യോ, നിങ്ങൾ കരയല്ലേ എന്റെ പൊന്നു ചേട്ടാ. ഞങ്ങള് നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ ഇന്ന് രാത്രി കൊണ്ട് ഈ വില്ല മുഴുവൻ പെയിന്റ് അടിച്ച് തരുമെന്ന്. പിന്നെന്തിനാ വിഷമിക്കുന്നത്? താങ്ക് യു മോട്ടു, താങ്ക് യു. ദേ കണ്ടോ, ഇതാണ് സാമ്പിൾ. വില്ലയുടെ കളർ പാറ്റേൺ ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇതാ പിടിച്ചോ. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടായാൽ എന്റെ ബോസ് എന്നെ ജോലിയിൽ നിന്ന് ഞാൻ വൈകുന്നേരം അദ്ദേഹത്തെ കൂട്ടി ഇങ്ങോട്ട് വരാം. അപ്പോഴേക്കും പെയിന്റിംഗ് കഴിയുമല്ലോ അല്ലേ? ആ, തീർത്തിരിക്കും. ഡോണ്ട് വറി, തീർത്തിരിക്കും. താങ്ക് യു മോട്ടു പത്ലു. പെയിന്റിങ്ങിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. റെഡി? വേഗം വേഗം ചെയ്യാൻ നോക്ക്. വൈകുന്നേരം വരെയേ സമയമുള്ളൂ. വേഗം ചെയ്യാന്നേ. അങ്ങനെയാണെങ്കിൽ മോട്ടു പത്ലു പെയിന്റിംഗ് പണി തുടങ്ങിയോ? പക്ഷേ ഇത്ര സാധാരണമായ കളർ കാണാൻ ഒട്ടും നന്നല്ല. അതെ, ഒട്ടും നന്നല്ല. വരൂ, പോയി നോക്കാം. എനിക്കിവിടെയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ മോട്ടു. എന്റെ പത്ലു, നീ ഏണി അങ്ങോട്ട് കൊണ്ടുപോവാ. പെയിന്റിംഗ് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ഏണിയിൽ ആദ്യം നിൽക്കാൻ നോക്ക്, എന്നിട്ട് പെയിന്റിംഗ് ചെയ്യ. ഇന്ന് മോട്ടു പത്ലുവിന്റെ പെയിന്റിംഗിൽ ഞാൻ എന്നിനുള്ള കലാകാരനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അവർ രണ്ടുപേരുടെ മുഖവും മാറി മറയും. മോട്ടു, എനിക്കിത് പിടിക്കാൻ കഴിയുന്നില്ല. നീ ആദ്യം ഒന്ന് നേരെ നിൽക്ക്. പത്ലു. ആരാടാ എന്റെ പുറത്ത് പെയിന്റ് ഒഴിച്ചത്? ആരാ ഒഴിച്ചെന്ന് മര്യാദക്ക് പറ. ആരാടാ? സാറേ, നിങ്ങൾ ഞങ്ങളോടൊന്ന് ക്ഷമിക്ക്. ഞങ്ങള് 2 പെയിന്ററാണ്. അറിയാതെ മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ്. നിങ്ങൾ ഞങ്ങളെ തല്ലുകയാണെങ്കിൽ ഞങ്ങളുടെ ജോലി വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഞങ്ങള് ദാരിദ്ര്യം കൊണ്ട് ജോലിക്ക് വന്നതാ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയി കുളിച്ചോളാം. നിന്റെ ജോലി എങ്ങും ആരും എടുത്തോണ്ട് പോവില്ല. താങ്ക് യു ബോക്സർ ചേട്ടാ. താങ്ക് യു സർ. എന്തായാലും പത്ലു. ഓയ് മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരോ? അതാ ഞാൻ വിചാരിച്ചേ, ഇത്രയും ധൈര്യം വേറെ ആർക്കാ ഉള്ളേ? ഏതായാലും സാരമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ ഏണി രക്ഷപ്പെടില്ല, നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടില്ല. എന്നാ പിടിച്ചോ. മോട്ടു പത്ലു, നിങ്ങളെ പെയിന്റിംഗ് പണി നോക്കാൻ പറഞ്ഞാ നിങ്ങൾ പറന്ന് കളിക്കുകയാണോ? മോട്ടു, പകുതി ദിവസം പോയി കഴിഞ്ഞു. ഇനിയും നമ്മുടെ ജോലി എവിടെയും എത്തിയിട്ടില്ല. പത്ലു, എത്രയും പെട്ടെന്ന് നീ പണി തീർക്കണം. ഞാൻ സ്പീഡ് കൂട്ടാൻ നോക്കാം. ഓക്കേ?
മനസ്സിലാവും കേട്ടോ. സൂക്ഷിച്ച് പതുക്കെ. പതുക്കെ. എന്റെ അപ്പോ ആരത് ആരായി പണി കാണിച്ചത്? ഇതൊന്നും എടുക്ക്, എനിക്കൊന്നും കാണുന്നില്ല. മമ്മി, ഡാഡി. എന്റെ അമ്മോ, ആരാണ് നിങ്ങൾ? പറയൂ, ആരാണ്? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ മീതെ പെയിന്റ് ഒഴിച്ചത്? പറയണം. ഞങ്ങളോട് ക്ഷമിക്കൂ സാറേ, ഞങ്ങൾ രണ്ടുപേരും പെയിന്റർ ആണ്. ഞങ്ങള് പാവങ്ങളാണ്. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. അറിയാതെ ബക്കറ്റ് നിങ്ങളുടെ മുകളിൽ വന്ന് വീണതാണ്. ഇൻസ്പെക്ടർ സാറ്, പ്ലീസ് ഞങ്ങളെ ജയിലിൽ പിടിച്ചിടല്ലേ. മോട്ടു പത്ലുവിന്റെ ഒപ്പം ഇങ്ങനെ കണ്ണുപൊത്തി കളിക്കുന്നത് എനിക്ക് വളരെ രസമുണ്ടല്ലോ. നമ്പർ 1 സമോസ പ്ലേറ്റ് എടുത്തിട്ട് വാ. പത്ലു, പത്ലു, എനിക്ക് സമോസയുടെ മണം വരുന്നുണ്ട് പത്ലു. മോട്ടു, മോട്ടു ഇപ്പൊ പറക്കരുത്. മോട്ടു ഇപ്പൊ പറക്കരുത്. നല്ല മണം. വേണ്ട മോട്ടു. നല്ല മണം, നല്ല മണം, നല്ല മണം. എന്റെ അമ്മോ, ഈ മണം എന്ന് പറക്കുന്ന സ്വഭാവം തീർച്ചയായിട്ടും നമ്മുടെ മോട്ടൂന് തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. നമ്മൾ നല്ല സുഹൃത്തുക്കളാണെങ്കിലും എനിക്ക് ഡ്യൂട്ടിയാണ് പ്രധാനം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, അറിയാമല്ലോ, എംപോസിബിള്. സോറി ചിങ്കം സാറേ, ഇത് മോട്ടു ആണ്, ഞാൻ പത്ലുവും. മോട്ടു പത്ലു അവിടെ നിൽക്ക്, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. വലിയേട്ടാ, ഞങ്ങൾ മറ്റാർക്കോ വേണ്ടി സഹായിക്കാൻ പോയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. മോട്ടു, എന്റെ ചങ്കി, എന്റെ ബ്രോ, എന്തുപകാരമാണ് വേണ്ടത്? ആർക്കാണ് വേണ്ടത്? എപ്പോഴാണ് വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും എന്തുപകാരമാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഡോക്ടർ ജഡ്ക, ഞങ്ങള് വളരെയധികം ദുഃഖമുള്ള ഒരാളെ കണ്ടുമുട്ടിയിരുന്നു. അയാള് പറഞ്ഞത് വൈകുന്നേരത്തിനകം പെയിന്റിംഗ് ചെയ്ത് തീർത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുമെന്ന്. നിങ്ങളൊന്ന് വിശ്വസിക്ക്. ആരും വിഷമിക്കണ്ട, നിക്ക്, ഞാൻ ദാ ഇപ്പൊ വരാം. പൊന്നുമുത്തുക്കളെ, ഇതാണ് കളറിംഗ് ഗൺ. ഇതിലുള്ള നോസിലിൽ നിങ്ങൾ ഒരേ സമയത്ത് എത്ര കളർ വേണമെങ്കിലും നിറയ്ക്കാൻ കഴിയും, അതും ഒരേ സമയത്ത്. പിന്നെ ഈ കളർ വെച്ച് നിങ്ങൾ വിചാരിച്ചതുപോലെ ഈസി ആയിട്ട് പെയിന്റ് ചെയ്യാൻ കഴിയും. അതെ. വലിയേട്ടാ, ഈ ഗണ്ണ് തന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. പക്ഷേ ഇനി 1 മണിക്കൂർ പോലും ഇല്ലല്ലോ വലിയേട്ടാ. ഈ കുറഞ്ഞ സമയം കൊണ്ട് അത്രയും വലിയ വില്ലേക്ക് ഞങ്ങൾ എങ്ങനെ പെയിന്റ് അടിച്ച് തീർക്കുന്ന പറയുന്നത്? പത്ലു, നീയെങ്കിലും ഒന്ന് ആലോചിച്ച് പറ. കാരണം വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? അതുകൊണ്ട് നീ ആലോചിക്കൂ. ഐഡിയ. സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. ഞാൻ മെഷീൻ കണ്ണില് പെയിന്റ് നിറയ്ക്കാൻ നോക്കട്ടെ. ഓഹോ, മോട്ടും പത്ലും ഇപ്പൊ ബ്രഷ് വിട്ടിട്ട് ഇപ്പൊ മെഷീൻ കണ്ണിലാണോ പെയിന്റ് ചെയ്യാൻ പോകുന്നേ? ഇപ്പോഴാണ് കളി ഒന്ന് ചൂട് പിടിക്കുന്നത്. ഈ വില്ല വില്ല പോലെ അല്ലാതെ പൂന്തോട്ടമായിട്ട് മാറാൻ പോവുകയാണ്. വെരി ഗുഡ് മോട്ടു, വെരി ഗുഡ്. കഴിഞ്ഞു പത്ലു, പെയിന്റ് അടിച്ച് കഴിഞ്ഞേ. വരൂ ബോസ്, വരൂ. ഞാൻ ഈ വില്ലേ സാർ എന്താണ് പറഞ്ഞത് അതുപോലെ ആക്കാൻ. എന്താ പറ്റിയ സാറേ? ബോസ് എന്നോട് ക്ഷമിക്ക് ബോസ്. ഞാൻ അവരോട് ഈ കളറൊന്നും അടിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവരാണ് ഇതിങ്ങനെ ചെയ്തത്. ബോസ്, എന്നെ ജോലിന്ന് പറഞ്ഞു വിടരുത് പ്ലീസ്. ഇത് കലക്കിയല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ക്രിയേറ്റിവിറ്റി വേണമെന്ന്. ഞാൻ സാമ്പിള് തന്നതില് അതിനകത്ത് ഒരു കളറും ഇല്ലായിരുന്നു, ഒരു ജീവനും ഇല്ലായിരുന്നു. ഈ കളറുകൾ കണ്ടാൽ എന്ത് രസമാ, വളരെ നന്നായിട്ടുണ്ട്. ഈ കളറുകളിൽ എന്ത് നല്ല ഉന്മേഷമുണ്ട്, ജീവിക്കാൻ തന്നെ തോന്നും. താങ്ക് യു സോ മച്ച്.
നിങ്ങൾ രണ്ടുപേരും എന്റെ വീടിന്റെ കളർ ഇത്രയും അങ്ങോട്ട് കൂട്ടി അതിന്റെ ചൈതന്യം കൂട്ടിയിട്ട് നല്ല തിളക്കമേറിയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു നല്ല കലാകാരന്മാരാണ്. ആ സുരേഷ് സാർ ഇവർക്ക് എത്രയാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്? ഏയ് വേണ്ട വേണ്ട സാറേ, ഞങ്ങൾ ഇതൊരു സേവനമായിട്ട് എടുത്തിട്ടാണ് ഈ പെയിന്റിംഗ് ചെയ്തത്. സത്യമാണ് സാറേ, നിങ്ങളുടെ പെയിന്റർ ഓടിപ്പോയതാണ്. അതുകൊണ്ട് ഞങ്ങള് ഇയാളെ ഒന്ന് സഹായിച്ചേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ എന്റെ ഈ കാർ അങ്ങോട്ട് വെച്ചോളൂ. ഇല്ല. പത്തലു, ആരോ കരയുന്നുണ്ടല്ലേ? എനിക്ക് മാത്രം എന്താ എങ്ങനെയൊക്കെ സംഭവിക്കുന്നേ അറിയുന്നില്ലല്ലോ. ഇതിനെ പാവകളെ പോലെ മാറ്റാൻ വിചാരിച്ച എല്ലാം വേസ്റ്റ് ആയല്ലോ. ജോണോ? ജോൺ, Watch India's largest kids library only on Geo Hotstar. Download the app now.